നല്ലൊരു നാടൻ ഓംലെറ്റാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ മീൻ ഫ്രൈ ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. മീൻ ഫ്രൈ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇത് തേങ്ങ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. 1-2 മിനിറ്റ് മാത്രം സമയം ആവശ്യമുള്ളൂ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് ഞാൻ 2 മുട്ടയുടെ ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത്. 2 മുട്ട കൊണ്ട് ഉണ്ടാക്കിയാൽ തന്നെ 2 പേർക്ക് കഴിക്കാനുള്ള ഓംലെറ്റ് ഉണ്ടാവും. കോക്കനട്ടൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല വണ്ണം ഉണ്ടാവും ഓംലെറ്റിന്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഈ ഉപ്പും മുളക് പൊടിയും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ മുട്ടയിൽ ഡയറക്റ്റ് മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ മുളക് പൊടി വല്ലാതെ കട്ട പിടിച്ചതുപോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നത്. പിന്നെ ഇത് നല്ല എരിവുണ്ടാവും. നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ 2 മുട്ടയ്ക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതിയാവും. നമുക്കിനി മിക്സ് മുട്ടയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഹാൻഡ് വിസ്കോ ഫോർക്കോ മറ്റോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കുക. മുളകും ഉപ്പും മുട്ടയൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചേർക്കാം. ഒരു മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ തേങ്ങ മതിയാവും. ഇതിപ്പോൾ ഞാൻ 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. സവാളയും തേങ്ങയും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നാടൻ ഓംലെറ്റ് ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത്. നല്ലൊരു നാടൻ രുചി കിട്ടും. വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഈ വിസ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് തേങ്ങയും ഉള്ളിയും ഈ മുട്ടയുടെ എല്ലാ ഭാഗത്തും ഒന്ന് നിരത്തി കൊടുക്കാം. അതല്ലെങ്കിൽ അവിടെ ഇവിടെയായിട്ട് കൂടിക്കിടക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ മുട്ട അടച്ചു വെച്ചിട്ട് വേവിക്കാം. അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചാൽ മതി. ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്തോളും. ചെറിയ തീയിൽ വേവിച്ചാൽ മതി, അല്ലെങ്കിൽ മുട്ട പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. വളരെ ചെറിയ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരുന്നത്. ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ഒരു 10-15 സെക്കൻഡ് മാത്രം ഇത് വേവിച്ചാൽ മതി. കൂടുതൽ സമയം വെക്കണ്ട. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട ഭാഗം വെന്തോളും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റിയേറിയ നാടൻ ഓംലെറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഓംലെറ്റ് ആണെങ്കിൽ പെട്ടെന്ന് വേവുന്നതാണ്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ നാടൻ ഓംലെറ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്